തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന് ദേഹാസ്വാസ്ഥ്യം. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കല്ലറ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനായ ശേഷം സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു. അഫാനുമായി തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് സംഭവം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ഇന്നിപ്പോൾ തെളിവെടുപ്പ് സാധ്യമാവുമോ? എന്താണ് ഡോക്ടർമാർ പറയുന്നത്? കാളിദാസ്, ഇന്നലെ രാത്രി മുഴുവൻ നേരവും ഈ അഫാനെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ പിതാവിന്റെ അമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടത്താൻ പോലീസ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. സൽമ ബീവിയുടെ വീട്ടിലും അതുപോലെ തന്നെ ആയുധം വാങ്ങിയ കടയിലും അടക്കം ഈ അഫാനെയുമായിട്ട് തെളിവെടുപ്പ് നടത്താനായിരുന്നു തീരുമാനം. അത്തരത്തിൽ തെളിവെടുപ്പ് നടത്താൻ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അഫാന് അനുഭവപ്പെട്ടത്. രക്തസമ്മർദ്ദം കുറഞ്ഞത് കാരണം കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. പാങ്ങോട് സ്റ്റേഷനിൽ നിന്ന് അഫാനെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം ചികിത്സയ്ക്ക് ശേഷം വീണ്ടും പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് ഇന്ന് നടത്താൻ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനിക്കുന്നതിനും വേണ്ടിയിട്ട് 10 മണിയോടുകൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥ സംഘം ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട്. ആ മീറ്റിംഗിന് ശേഷമായിരിക്കും തെളിവെടുപ്പ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൽമ ബീവിയുടെ കൊലപാതകത്തിലാണ് ഇന്ന് അഫാനുമായിട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ വീട്ടിലും അതുപോലെ തന്നെ ആയുധം വാങ്ങിയ കടയിലും അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം ഈ സൽമ ബീവിയുടെ മാല അഫാന് കൊണ്ടുവന്ന് പണയപ്പെടുത്തിയ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ തെളിവെടുപ്പിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അഫാന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ആത്മഹത്യാ ശ്രമം എന്ന തരത്തിലുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം അഫാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. മാനസിക പ്രശ്നങ്ങൾ അത്തരത്തിൽ അഫാൻ പ്രകടിപ്പിക്കുകയും താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പോലീസിനെ അടക്കം അഫാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സുരക്ഷ ഒക്കെ തന്നെ അഫാന് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും അത്തരത്തിലുള്ള ശ്രമമൊന്നുമല്ല നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ രാത്രി മുഴുവൻ നേരവും ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്നലെ രാത്രി അഫാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നു. തുടർന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞതിനാലാണ് ഇത്തരത്തിലൊരു അസ്വസ്ഥത അഫാന് അനുഭവപ്പെട്ടത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് തിരികെ ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും അഫാന് ഇല്ല എന്ന് വ്യക്തമായതോടുകൂടി ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. അത് സംബന്ധിച്ചുള്ള തീരുമാനം 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു യോഗം ചേർന്നിട്ടായിരിക്കും തീരുമാനിക്കുക. ശരി സൂര്യ.